ഹായ്, എന്തുണ്ട് വിശേഷം? നീ ഒറ്റയ്ക്കേ ഉള്ളൂ? ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി, മോന് സ്കൂളിലും. ഞാനിന്ന് ലീവ് എടുത്തു. എന്തേ നീ ലീവ് എടുത്തത്? പുള്ളിക്കാരൻ വഴക്കുവല്ലോ പറഞ്ഞോ? അതോ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് പുതിയ വല്ല കുറ്റവും കണ്ടുപിടിച്ചോ? അതൊന്നുമല്ല. നിനക്കെന്തോ വിഷമമുണ്ട്, എനിക്കറിയാം. നീ ചിന്തിച്ചിട്ടുണ്ടോ, സ്നേഹത്തെ വല്ലാതെ വാഴ്ത്തിപ്പാടുന്ന ഈ സമൂഹം ഒരു സ്ത്രീ രണ്ടാളെ സ്നേഹിച്ചാൽ അത് സഹിക്കില്ല. എന്തുകൊണ്ട്? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് കുറ്റബോധം തോന്നും. നീന, എന്റെ മനസ്സ് എനിക്ക് പിടിതരാതെ എങ്ങോട്ടോ പാറിപ്പോകുന്നു. അതൊക്കെ നിന്റെ ഒരു തോന്നലാണ്. നീ ഇത്ര സുഖമായി ഭർത്താവും കുട്ടിയും ഒക്കെ ആയി കഴിയുമ്പോ എന്തിനാ വേണ്ടാത്ത ഈ ചിന്ത? ഐ എം നോട്ട് നോർമൽ. എനിക്ക് വട്ടാണ്. എനിക്ക് അയാളെ മറക്കാൻ കഴിയുന്നില്ല. ആരെ? To my Dr. Ganga, Dr. Rakesh Shetty. ആരാ ഡോക്ടർ രാകേഷ് ഷെട്ടി? ഞാൻ പറയാം, വരൂ ചായ കുടിക്കാം. മംഗലാപുരത്ത് ഞാൻ BSc നഴ്സിംഗിന് പഠിക്കുന്ന സമയത്ത് പുതിയൊരു ട്യൂട്ടർ വന്നു, ഡോക്ടർ രാകേഷ് ഷെട്ടി. കന്നഡക്കാരനാ, സുമുഖൻ, സൗമ്യൻ. എന്നോട് എന്തോ ഒരു താല്പര്യം. ഞാൻ ടെക്സ്റ്റ് ബുക്കിനപ്പുറം പുസ്തകങ്ങൾ വായിക്കുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ടാവാം. പിന്നെ ക്ലാസ്സിൽ ബ്രില്യന്റും ആയിരുന്നു. ഡോക്ടർ മറ്റു പെൺകുട്ടികളുടെ മുന്നിൽ എന്നെ പൊക്കി പറയുമായിരുന്നു, ഗംഗ ഒരു ഡോക്ടറാവണം, കണ്ടുപഠിക്കേ എന്നൊക്കെ. അതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. സത്യം പറഞ്ഞാ എനിക്കും അങ്ങനെ തോന്നി. ഉള്ളിന്റെ ഉള്ളിൽ ഡോക്ടറോട് എന്തോ ഒരു ഇഷ്ടം, ഒരു ആരാധന. പക്ഷെ പേടിയായിരുന്നു. ഡോക്ടർമാരോട് കൊഞ്ചാൻ നിന്ന നഴ്സുമാർക്ക് ചീത്തപ്പേര് വരും, അപവാദങ്ങളുടെ പ്രവാഹമായിരിക്കും. അറിയാലോ, ഞാൻ മിണ്ടാതെ നിന്നു. അതെന്തായാലും നന്നായി. എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമായിരുന്നു. ഒരിക്കൽ എന്നും അണിഞ്ഞൊരുങ്ങി വന്നിരുന്ന ടീച്ചറോട്, എന്താ നിങ്ങൾ ഫാഷൻ പരേഡിന് വരികയാണോ എന്ന് ചോദിച്ചു. അത് വലിയൊരു പുകിലായി. ടീച്ചർ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ കംപ്ലൈന്റ് ചെയ്ത വിവരം പറഞ്ഞു. ഞാനാരെയും ഹെർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, സോറി പറഞ്ഞേക്കാമെന്ന്. എന്തു മാന്യമായ പെരുമാറ്റം. അതൊക്കെ ഒരു ഷോ അല്ലേ, താനിന്തരം കാണുമ്പോ അറിയാം. അങ്ങനെയല്ല. ഒരു ദിവസം OPയിൽ വെച്ച് എന്നെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്, ഗംഗ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞു. ഞാൻ തമാശയാണെന്ന് കരുതി ഒന്നും കൊടുക്കാൻ പോയില്ല. പിന്നെ ക്യാൻറ്റീനിൽ വെച്ച് വീണ്ടും ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാഡ്ബറി മേടിച്ചു കൊടുത്തു. അദ്ദേഹം അത് പുഞ്ചിരിയോടെ കഴിക്കുന്നത് ഞാൻ നോക്കി നിന്നു. പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, ഗംഗയ്ക്ക് നാളെ ഞാനൊരു ഗിഫ്റ്റ് തരാമെന്ന്. ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അയാളുടെ മനസ്സിലിരിപ്പ്, ചൂണ്ടയിട്ട് ഇരയെ പിടിക്കുന്ന രീതി. ഞാൻ പറയട്ടെ, അന്ന് റൂമിൽ ചെന്ന് കൂട്ടുകാരി അനിതയുമായി കുറെ ആലോചിച്ചു. എന്താവും ഗിഫ്റ്റ്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും... എന്ത് ഗിഫ്റ്റാ കിട്ടിയത്? ഒരു പുസ്തകം, 100 Years of Solitude. ഓ, ആ ബുക്ക്. ഞാനത് തുറന്നു നോക്കി. അതിലൊരു മഞ്ഞ പുഷ്പമുണ്ടായിരുന്നു. ആദ്യ പേജിൽ ടു മൈ ഡോക്ടർ ഗംഗ എന്നെഴുതിയിരുന്നു. ഞാൻ വല്ലാതെയായി. എനിക്ക് സ്വർഗം കിട്ടിയതുപോലെ, ഒരു സ്വപ്നത്തിലെന്ന പോലെ. 3 വർഷം കഴിഞ്ഞു.
പരീക്ഷ കഴിഞ്ഞിരിക്കുമ്പോ വീട്ടിൽ പിടിപ്പത് കല്യാണാലോചന. ഉം. ചെക്കൻ അബുദാബിയിൽ ഉയർന്ന ജോലി. ഫോട്ടോ കണ്ടപ്പോ ഇഷ്ടവുമായി. പക്ഷേ കുറ്റബോധം എന്നെ വേട്ടയാടി. ഡോക്ടറെ മനസ്സിൽ പൂജിച്ച് നടക്കുന്ന ഞാൻ ഭാവി ഭർത്താവിനോട് കാണിക്കുന്നത് വഞ്ചനയല്ലേ? ഞാൻ ഡോക്ടറിൽ നിന്നും മനഃപൂർവ്വം അകലാൻ ശ്രമിച്ചു. എനിക്ക് പ്രസന്റ് ചെയ്ത ബുക്ക് വേസ്റ്റ് കുമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ഓർമ്മ ഇനിയും കൂടെ കൊണ്ടു നടക്കണ്ടെന്ന് കരുതി. ഷേ, നീ എന്തു മടയാണ്. ഞാൻ പറയട്ടെ. ഞാനന്ന് റൂമിൽ ചെന്ന് വാതിലടച്ച് ഒരുപാട് കരഞ്ഞു. പിന്നെ വീണ്ടും വേസ്റ്റ് കുമ്പാരത്തിലേക്ക് ഓടിച്ചെന്ന് ആ പുസ്തകം തിരിച്ചെടുത്തു. കോഴ്സ് കഴിഞ്ഞ് ഹോസ്റ്റൽ വിട്ട് നാട്ടിലേക്ക് കല്യാണത്തിനായി പുറപ്പെട്ടത് ഡോക്ടറെ അറിയിച്ചില്ല. അദ്ദേഹം അനിതയോട് തിരക്കിയിരുന്നു. അവളും കൊടുത്തില്ല എന്റെ നമ്പറും അഡ്രസ്സും ഒന്നും. എന്നിട്ട് ഞാനങ്ങനെ ഒളിച്ചോടി. സ്നേഹത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന്. ഭീരുവാണ് ഞാൻ. അല്ല, നീ പ്രായോഗികമായി ചിന്തിച്ചു. അതാണ് ശരി. ഇനി ഞാൻ പോട്ടെ. ചേട്ടൻ താഴെ വെയിറ്റ് ചെയ്യുവാ. പാർക്കിംഗ് കിട്ടിയോ ആവോ എന്തോ. നീ സമാധാനായിട്ടിരിക്കെ. അപ്പൊ ശരി, പിന്നെ കാണാം. ശരി. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ ഇത് ആലോചിക്കാനുള്ള കാരണം? ഇത് കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ? ഇന്നലെ അനിതയുടെ ഫോണുണ്ടായിരുന്നു. ഡോക്ടർ രാകേഷ് ഷെട്ടി ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ഓ മൈ ഗോഡ്, ഐ ആം സോറി. ഓരോ ആൾക്കൂട്ടത്തിലും ഞാൻ നിങ്ങളെ തെരഞ്ഞിരുന്നു. എന്റെ കണ്ണടയും മുമ്പ് അകലെ നിന്ന് ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ കൊതിച്ചിരുന്നു. ഇനിയെങ്കിലും പറയൂ, നിങ്ങൾക്ക് എന്നോട് പ്രണയമുണ്ടായിരുന്നോ? അതോ ഒരു സ്റ്റുഡന്റിനോടുള്ള താല്പര്യമോ? പറയൂ, എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറയൂ.